ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒട്ടും എണ്ണയില്ലാതെ തിളച്ച വെള്ളത്തിൽ പൂരി ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ വെള്ളത്തിൽ നിങ്ങൾ പൂരി ചെയ്തെടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഗോതമ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ നല്ലപോലെ ഈ മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ ഒരു കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം നമ്മൾ ഗോതമ്പൊടി മാത്രമാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കുഴച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഇതിനൊരു ഫില്ലിംഗ് കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ജീരകം ഒരു ഫ്ലേവറിനൊക്കെ ആവശ്യമായിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ജസ്റ്റ് അതിൻ്റെ ലാസ്റ്റ് ഒരു ഫില്ലിംഗ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. എരിവിൻ്റെ ഫില്ലിംഗ് ആണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. അതിന് ശേഷം ഞാൻ ഇവിടെ പ്രസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന രീതിയിൽ കോയൽമേൽ വെച്ചിട്ടും പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ തീരെ കട്ടിയില്ലാതെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ രീതിക്ക് തന്നെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഇനി നമ്മൾ പാത്രം വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കുന്ന ആ ഒരു രീതിയിലുള്ള ചീനച്ചട്ടി എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 3/4 പാകത്ത് തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ചെയ്തെടുത്തിട്ടുള്ള പൂരി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. നമ്മളിപ്പം താന്നിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ പൂരിയൊക്കെ പൊരിച്ച് കഴിയുന്ന പോലെ ഈ മുകളിൽ നേരായിട്ട് നിൽക്കുന്ന ആ ഒരു എത്തുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷവും ഇതൊരു ജസ്റ്റ് ഒന്ന് പൊന്തി വരുന്ന ആ ഒരു സമയമാണ് നമ്മളെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു പൂരി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് മിനിമം എടുക്കും കേട്ടോ. ആ ഒരു 3 മിനിറ്റ് ഒരു സൈഡ്, ഒരു 3 മിനിറ്റ് വേറെ സൈഡുമായിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് മിനിമം എടുക്കും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുക്കിങ്ങിന് കുറച്ചൊരു സമയം എടുക്കും. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു 5-6 എണ്ണം ഒപ്പരം തന്നെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ കോരി മാറ്റി കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുന്ന സമയത്ത് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ ആവിയിൽ വേവിച്ച അതേ രീതിക്ക് തന്നെ കിട്ടും. ഇങ്ങനെ ചെയ്തെടുത്താൽ ഫ്ലോപ്പ് ആവോ, കുക്കാവോ, ടേസ്റ്റ് ഉണ്ടാവോ എന്നുള്ള കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ കുക്കായിട്ട് കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആവിയിൽ ചെയ്തെടുത്ത അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോന്ന് ചെയ്തെടുക്കാൻ കുറച്ചൊരു സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ നോർമലായിട്ട് നമുക്ക് ആവിയിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. ഒരു എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലത്തെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത്